ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് അജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബേബി നൈറ്റ് സ്യൂട്ടിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് കേട്ടോ. കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. തയ്യൽ പഠിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഉടുപ്പാണെങ്കിലും നമ്മൾ കഴുത്താണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ലൈനിങ് ഒന്നുമില്ല. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടത് ചീത്ത വശത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് പതിച്ച് അടിച്ചിട്ട് പിന്നെ നമ്മൾ മീൻസ് നല്ല വശത്തേക്കാണ് നമ്മൾ മടക്കി തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഈ റീസൈക്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വശത്തോട്ട് മടക്കി തയ്ക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കേണ്ടത്. അപ്പം നല്ല ഭംഗിയായിരിക്കും കഴുത്ത് കാണാനായിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് ചീത്ത വശത്ത് വെച്ച് തയ്ച്ചിട്ട് പിന്നെ നല്ല വശത്തേക്ക് മടക്കി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് രണ്ട് കഴുത്തും ഇതേപോലെ തന്നെ മടക്കി കഴുത്ത് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ രണ്ടെണ്ണമായിട്ട് 2 പീസായിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഒരു കഷ്ണം വെച്ചിട്ട് നമ്മളിവിടെ തയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 2 പീസും ഇതുപോലെ തന്നെ കഴുത്തടിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്ക് സൈഡിൻ്റെയും കൂടെ കഴുത്ത് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ നമ്മൾ സിപ്പ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിപ്പ് നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കഴുത്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അറിയാൻ വയ്യെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഈ ഒരുപാട് തയ്യലൊന്നും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സിപ്പും കൂടെ ഒന്ന് അറ്റാച്ച് ഇവിടെ നമ്മൾ ഇൻവിസിബിൾ സിപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാത്ത രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ സിപ്പ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം സിബ് അടിച്ചു കൊടുക്കുമ്പം തുണി നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിബ് തയ്ച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേനും കുറച്ച് ലൂസായിട്ട് പോകും. അപ്പം ഞാൻ കാണിച്ചു തരാം തയ്ച്ച് കഴിഞ്ഞത്. അപ്പോൾ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിബിൻ്റെ ആ ഒരു ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും നമുക്ക് ചേർത്തടിക്കാമോ അത്രയും ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് അല്ല കേട്ടോ ഫൈനലായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് സിബ് വരുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം ഞാൻ നന്നായിട്ട് സൈഡിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്ത രീതിയിലാണ് വരുന്നത്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മൾ സിബ് അടിച്ച് കിട്ടുന്നത്. ഇനി നമുക്ക് 2 ഷോൾഡർ തമ്മിലും കൂടെ കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് കഴിഞ്ഞു. നെക്കിന് ശേഷം നമ്മൾ സിബ് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഷോൾഡർ കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പം ഏത് ഡ്രസ്സ് തയ്ക്കാനാണെങ്കിലും ആദ്യം തന്നെ ലൈനിങ് വെച്ചിട്ടാണെന്നെങ്കിൽ ലൈനിങ് അടിച്ചിട്ട് പിന്നെ ഷോൾഡർ കൂട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടാം. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൈ ആദ്യം തന്നെ കൈയുടെ ഏറ്റവും താഴെ വരുന്നത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നും തയ്ച്ച് 2 വശത്തേക്കും കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു വശത്തു നിന്ന് തയ്ച്ച് മറ്റേ അറ്റം വരെ വരുമ്പോഴത്തേനും ചിലപ്പം നമ്മളുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റ് കൈയുടെ സെൻറ്റർ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുക. അപ്പം നമ്മൾ 2 കൈയും ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം എടുക്കാനായിട്ട് പോവാണ്. പാൻറ്റിന് നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ബട്ടക്സിലേക്കുള്ള ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ 2 തുണിയുടെയും കൂടെ ആ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് 2ഉം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, പാൻറ്റും യോക്കും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ പാൻറ്റിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ബട്ടക്സിലേക്കുള്ള ആ ഒരു ഭാഗം, കാലിൻ്റെ അവിടെയല്ല ബട്ടക്സ് വരെയുള്ള ഭാഗം നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു യോക്ക് പാർട്ടിലേക്ക് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പാൻറ്റിന് വരുമ്പോൾ ഇങ്ങനെ വരുന്നത് നമ്മളൊരു ഭാഗമേ തയ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റേ ഭാഗം കൂടെ തയ്ക്കാനായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേനും നമുക്കിതുപോലെ വരും കേട്ടോ. അപ്പം 2 കാല് താഴേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു യോക്ക് പോർഷനിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് പോർഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം അവിടെ നമ്മൾ സിബ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തയ്ച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി നമ്മൾ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ ഒരു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പീസും അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. രണ്ടും നേരെ ലെവൽ ചെയ്ത് പിടിക്കുക. ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം. അപ്പോൾ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്ക് പോർഷൻ നമുക്ക് സെൻറ്റർ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഈ ഒരു പാൻറ്റുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫുള്ള് ഇവിടെ നമ്മൾ അടിക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കൈയുടെ അവിടെ നിന്ന് യോക്ക് പോർഷൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ സൈഡ് അടിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സൈഡും കൂടെ അടിച്ച് പാൻറ്റിൻ്റെ ബട്ടക്സിന് മറ്റേ ഭാഗം കൂടെ അടിച്ചതിന് ശേഷമായിരിക്കും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് യോക്കും പാൻറ്റും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊന്ന് അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കൈ രണ്ടും കൂടെ കൂട്ടി അടിച്ച് താഴേക്ക് യോക്ക് പോർഷൻ്റെ സൈഡും കൂടെ ഒന്ന് അടിക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് സൈഡ് അടിച്ചതിന് ശേഷം നമുക്ക് ഇനി പാൻറ്റിൻ്റെ ആ ഒരു ബട്ടക്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ നമ്മൾ പാൻറ്റും യോക്കും കൂടെ അറ്റാച്ച് ചെയ്യുന്ന ബാക്കിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മറ്റേ ആ ഒരു ഭാഗം കൂടെ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് അടിച്ചു കൊടുക്കുക. അതായത് ബട്ടക്സിന് അങ്ങോട്ടേക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഭാഗം വരെ നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും കൂടെ ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളുടെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ വരുന്നത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ മടക്കി അടിക്കണം. അതായത് കാലിൻ്റെ അറ്റമൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ഷർട്ടിൻ്റെ കൈയുടെ ഭാഗമായിരുന്നല്ലോ നമ്മളിവിടെ പാൻറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ബട്ടൺ നമ്മൾ ഏറ്റവും അറ്റത്തിടുന്ന ആ ഒരു ബട്ടൻ്റെ അവിടെ അതാണ് അപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് രണ്ടും കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പം 2 കാലിൻ്റെയും അറ്റം ഇതുപോലെ തന്നെ നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉടുപ്പൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മൾ തയ്ച്ച് ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഐഡിയ വരും എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു ഡ്രസ്സ് ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ഇപ്പോൾ 2 കാലും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തില്ലായിരുന്നു. നമ്മൾ ബട്ടക്സിൻ്റെ അങ്ങോട്ടേക്കുള്ളത് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാലിൻ്റെ അങ്ങോട്ടുള്ളതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ അടിക്കാനായിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ്